ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ലുഖ്മാൻ എന്നവരുടെ ഹിക്മത്ത് അതവർ ഓതിയത് വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന ഭാഗമാണ്. ഇതാണ് ഈ ആയത്താണ് പറഞ്ഞു വെച്ചത്. അത് നമ്മൾ പറഞ്ഞു ഇത് ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ നീ ശിർക്ക് വെക്കരുത് എന്ന് മകനെ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഒരു കാര്യം വിലക്കുമ്പോൾ പ്രത്യേകിച്ച് മക്കളോട് എന്തിനാണത് വിലക്കുന്നത് എന്നുള്ളത് അവരെ തെര്യപ്പെടുത്തണം, ബോധ്യപ്പെടുത്തണം. അത് തർബീയത്തിൻ്റെ, സംസ്കരണത്തിൻ്റെ, താലീമിൻ്റെ, അധ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് സുപ്രധാനമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വിലക്കുകൾ, വിരോധങ്ങളാകുമ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം, ഈ വിലക്കിനെ, വിരോധത്തെ അവരിൽ സ്വാധീനിപ്പിക്കണം, പ്രതിഫലിപ്പിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. പിന്നെ എന്താണ് ഷിർക്ക് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് ഷിർക്ക് ചെയ്യരുത്, ഇന്ന ശിർക ലദുൽമുൻ അദീം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാരണം ബലപ്പെടുത്തിയാണ് പറയുന്നത്. എന്തുകൊണ്ട് പാടില്ല, അത് ഇന്ന, പിന്നെ ല, ല, ഇന്ന ശിർക ലദുൽമുൻ അദീം. ആ ല എന്നുള്ളതും ഇന്ന എന്നുള്ളതും അവിടെ ബലപ്പെടുത്താനാണ്, ശക്തിപ്പെടുത്താനാണ്. തീർച്ചയായും ഷിർക്ക് അത് ലദുൽമുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽമുൻ എന്ന് ബലപ്പെടുത്തി പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, അദീമുൻ എന്ന സിഫത്ത്, വിശേഷണത്തിലൂടെ അതൊന്നുകൂടി എന്ത് ചെയ്യണം, അതിനെ ഗൗരവപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് ഷിർക്കിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽമുൻ പിന്നെ അദീമുൻ എന്ന് പറഞ്ഞു? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉള്ള ഒരു നിവേദനം, അതിൽ സൂറത്ത് അൻആമിലെ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്നുള്ള ആയത്തിറങ്ങി. എന്താ ആയത്തിൻ്റെ അർത്ഥം? അല്ലദീന ആമനു, സൂറത്ത് അൻആമിൽ അള്ളാഹു പറഞ്ഞു അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർ, വലം യൽബിസു, എങ്ങനെ വിശ്വസിച്ചവർ, വലം യൽബിസു, അവരുടെ ഈമാനിൽ കലർന്നിട്ടില്ല. എന്ത്? വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ബിദുൽമിൻ എന്ന് പറഞ്ഞാൽ ഒരു ദുൽമും, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഇതാണ് അള്ളാഹ് പറയുന്നത്. ഉലൈക ലഹും അൽ അംന, അവർക്കാകുന്നു നിർഭയത്വം. ദുനിയാവിൽ നിർഭയത്വം, ഖബറിൽ നിർഭയത്വം, ആഖിറത്തിൽ നിർഭയത്വം. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പുൽകിയവർ, പ്രാപിച്ചവർ എന്നുള്ള പറയുന്നത്. അപ്പോൾ നിർഭയത്വമുള്ള, സന്മാർഗം സിദ്ധിച്ച വിശ്വാസികൾ ആരാണ്? ആ വിശ്വാസികൾ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, തങ്ങളുടെ ഈമാനിൽ ഒരു ദുൽമും വരാതെ വിശ്വസിച്ചവരാണ്. യാതൊരു ദുൽമും വരാതെ ഈമാൻ ഉൾക്കൊണ്ടവരാണ് നിർഭയത്വമുള്ളവർ, സന്മാർഗികൾ എന്ന് അള്ളാഹ് പറയാണ് സൂറത്ത് അൻആമിൽ. അപ്പോൾ ആയത്തിറങ്ങിയപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികൾ പറഞ്ഞ്, യാ റസൂലല്ലാഹ് അയ്യുന ലം യദ്ലിം നഫ്സഹു, ഞങ്ങളിൽ ആരാണ് സ്വന്തത്തോടൊരു അന്യായം ചെയ്യാത്തവർ, ദുൽമ ചെയ്യാത്തവർ? സ്വന്തത്തോട് ദുൽമ ചെയ്യാത്തവർ ആരാണ്? അപ്പോൾ ഏതൊരു തെറ്റ് ചെയ്താലും അത് സ്വന്തത്തോടുള്ള ദുൽമാണ്. അതുകൊണ്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാം അവർ ദുആ ചെയ്തത് എന്താ? റബ്ബന ബലംന അൻഫുസന, റബ്ബേ ഞങ്ങളുടെ നഫ്സിനോട് ഞങ്ങൾ ദുൽമ ചെയ്തു എന്നാണ്. അവർ ശിർക്കല്ല ചെയ്തത്. അവർ അള്ളാഹു വിലക്കിയ വൃക്ഷത്തോട് അടുത്തു എന്നുള്ളതാണ് അവരുടെ ദുൽം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതേപോലെ തന്നെ റബ്ബി ഇന്നി ബലംതു നഫ്സി, റബ്ബേ ഞാൻ എൻ്റെ നഫ്സിനോട് ദുൽമ ചെയ്തു.
അതൊന്നും ശിർക്കല്ല. അപ്പോൾ നഫ്സിനോട് തെറ്റ്, നമ്മൾ എന്തൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നഫ്സിനോടുള്ള ദുൽമാണ്, നഫ്സിനോടുള്ള ദുൽമാണ്. അപ്പോൾ ഈ ആയത്തിറങ്ങി അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ഈമാൻ ഉൾക്കൊണ്ടിട്ട് യാതൊരു ദുൽമും ഈമാനിൽ കലർത്താത്തവർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച ദുൽമല്ല ഉദ്ദേശം. ഇവിടെ പറഞ്ഞ ദുൽമ് ലുക്മാൻ തൻ്റെ മകനോട് പറഞ്ഞ ദുൽമാണ്. ലുക്മാൻ മകനോട് പറഞ്ഞ ദുൽമാണ്. എന്താ ലുക്മാൻ മകനോട് പറഞ്ഞ ദുൽമ്? ഇന്ന ശിർക ലദുൽമുൻ അദീം, ഷിർക്ക് മഹാദുൽമാണ് എന്ന് പറഞ്ഞില്ലേ, ആ ദുൽമാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ ഈ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞേ? അല്ലദീന ആമനു വിശ്വസിച്ചവർ, പിന്നെ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, എന്താ അർത്ഥം പറയാം? തങ്ങളുടെ ഈമാനിൽ ഷിർക്ക് കലർത്താത്ത വിധം ഈമാൻ സാക്ഷാത്കരിച്ചവർ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വം, വഹും മുഹ്തദൂൻ. ഏതാണ് മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശിർക്ക് ഉണ്ടല്ലോ അതിനെ ദുൽമായിട്ട്, അല്ലെങ്കിൽ ദുൽമായിട്ട് റസൂൽ വിശേഷിപ്പിച്ച് വിധിച്ചു. എന്തുകൊണ്ടാണ് ഷിർക്ക് ദുൽമാകുന്നത്? ഷിർക്ക് ദുൽമാകുന്നത് എന്തുകൊണ്ടാണ്? ഷിർക്കിൽ ഒരു മനുഷ്യൻ ഷിർക്ക് ചെയ്യുമ്പോൾ സൃഷ്ടാവിനോട് അതിൽ ദുൽമ ചെയ്യുന്നുണ്ട്, സൃഷ്ടാവിനോട് ദുൽമയുണ്ട്. എന്തുകൊണ്ടാ? സൃഷ്ടാവിനോട് എങ്ങനെയാണ് ദുൽമ? സൃഷ്ടാവായ അള്ളാഹുവിനോട് ദുൽമ? സൃഷ്ടാവിൽ ദുൽമ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പറഞ്ഞതിനെതിരായിട്ട് ചെയ്യുന്നു. പിന്നെ സൃഷ്ടാവ് അവനാണ് ആരാധ്യൻ, സൃഷ്ടാവിൻ്റെ അർഹതയാണ്, സൃഷ്ടാവിനുള്ള അംഗീകാരമാണ് അവൻ ആരാധിക്കപ്പെടുക എന്നുള്ളത്. സൃഷ്ടിപ്പിൻ്റെ തേട്ടമാണ് അവൻ ആരാധിക്കപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, സൃഷ്ടാവായതുകൊണ്ടാണ് സൃഷ്ടാവിനെ ആരാധിക്കുന്നത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം എന്നാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവാണ്, ഉടമസ്ഥനാണ്, നിയന്താവാണ്, കൈകാര്യകർത്തൃത്വമുള്ളവനാണ്. അപ്പോൾ സൃഷ്ടാവാണ് ആരാധിക്കപ്പെടേണ്ടവൻ. ആ ആരാധന അവനല്ലാത്തവരിലേക്ക് വഴിവെക്കലാണ് ഷിർക്ക്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവ് അർഹിക്കുന്നത് അർഹിക്കാത്തവരിലേക്ക് അത് മാറ്റുമ്പോൾ അതെന്താണ്? ദുൽമാണ്. പിന്നെ അതിൽ സൃഷ്ടികളോട് ദുൽമുണ്ട്, സ്വന്തത്തോട് ദുൽമുണ്ട്, സ്വന്തം നഫ്സിനോട്. ഒരു മനുഷ്യൻ തൻ്റെ നഫ്സിനോട് എന്ത് ചെയ്യാണ്? ദുൽമ് ചെയ്യാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരും ഇവിടെ പടക്കുന്നത് ഫിത്രത്തിലാണ്. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതിയാണ്, ഷിർക്ക് ചെയ്യാത്ത പ്രകൃതിയിലാണ്. ഷിർക്ക് ചെയ്യാത്തവരായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ പ്രകൃതിയിലാണ് ജനിപ്പിക്കുന്നത് മനുഷ്യർ. ക്രിസ്ത്യാനികൾ അതേപോലെ തന്നെ ചില ആളുകളാണ് പറഞ്ഞത്, ഇവിടെ പാപികളായി ജനിക്കുന്നു മനുഷ്യർ, അവരുടെ പാപം പരിഹരിക്കാനും ആ പാപഭാരം ഏൽക്കാനുമാണ് ദൈവം മനുഷ്യരൂപം കൊണ്ടുവന്നത്, എന്നിട്ട് കുരിശിൽ മരണം വരിച്ചത്, എല്ലാവരുടെയും പാപം ഏറ്റ്. അത് ഇസ്ലാം പറയുന്നതിന് ഘടകവിരുദ്ധാണ്. ഇസ്ലാം പറയുന്നത് എല്ലാവരുടെ നല്ല പ്രകൃതിയിൽ ശുദ്ധന്മാരായി ജനിക്കുന്നു, പിന്നീട് അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ പരിസരങ്ങളും പിന്നെ അവരിന് പ്രതികൂലമായിട്ടുള്ള ശൈത്താനും ദേഹേച്ഛയും ഒക്കെ അവനെന്ത് ചെയ്യുന്നു? മലിനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും അള്ളാഹു നൽകിയ ശുദ്ധ പ്രകൃതിയെ എന്ത് ചെയ്യുന്നു? മനുഷ്യൻ കളങ്കപ്പെടുത്തുന്നു ഷിർക്കിലൂടെ. അതുകൊണ്ട് അത് സ്വന്തത്തോട് ചെയ്യുന്ന ദുൽമാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സജ്ജനങ്ങളെ, സാലിഹീങ്ങളെയൊക്കെ പഠിച്ചത് എന്തിനാ? അവർ ആരാധിക്കപ്പെടാനല്ല, അവർ അനുസരിക്കപ്പെടാനും അനുധാവനം ചെയ്യപ്പെടാനുമാണ്. നബിമാരെ അള്ളാഹു സൃഷ്ടിച്ചു. സജ്ജനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ചു, ഇവിടെ പിന്നെ അനുഗ്രഹിച്ചു. എന്തിന്? അവരുടെ നന്മയിൽ അവരെ അനുധാവനം ചെയ്യാൻ, അവരെ പിൻപറ്റാൻ. പക്ഷേ പലരും സാലിഹ്യങ്ങളെയും സജ്ജനങ്ങളെയും ആരാധിക്കുമ്പോൾ അത് അവരോടുള്ള ദുൽമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരതിന് വേണ്ടി പഠിച്ചിട്ടില്ല, അവരാരാധിക്കപ്പെടാൻ വേണ്ടി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നബിമാരെയും ഔലിയാക്കളെയും സൽവൃത്തരെയും ഒക്കെ ആരാധിക്കുന്നുവെങ്കിൽ അത് അവരോട് ചെയ്യുന്ന ദുൽമാണ്, ദുൽമുൻ അദീമാണത്. കാരണം എന്താണ്? അവരതിനു വേണ്ടി പടക്കപ്പെട്ടവരല്ല. അവർ നന്മയിൽ അനുസരിക്കപ്പെടാനും അനുധാവനം ചെയ്യപ്പെടാനും വേണ്ടിയാണ് അവർ
മാതൃകാപരമായിട്ട് ഇവിടെ നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് അവരോട് ചെയ്യുന്ന ദുൽമാണ്. പിന്നെ ഈ സൃഷ്ടിചരാചരങ്ങളിലുണ്ടല്ലോ, ഇപ്പം സൽവർത്തരും പുണ്യാളരും അല്ലാതെ ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ആളുകൾ സൃഷ്ടികളെ പൂജിച്ച് കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട്, മൂർഖൻ പാമ്പ് വരെ എന്നല്ലേ, ഈ സൃഷ്ടികളിൽ തന്നെ ഏറെ അരോചകമായി ആളുകൾ കാണുന്ന വസ്തുക്കൾ വരെ ആരാധിക്കപ്പെടുന്നുണ്ട്, പൂജിക്കപ്പെടുന്നുണ്ട്. ആരാധന എത്ര മഹനീയമായ കാര്യമാണ്. ആരാധന എത്ര പുണ്യമാണ്, എത്ര മഹനീയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധന വിധിച്ചതും നിശ്ചയിച്ചതും അതൊരു മഹനീയ കാര്യമായതുകൊണ്ടാണ്. അത് ഈ സൃഷ്ടികളിൽ ഇപ്പം പല ആളുകൾക്കും അവർ കുളിക്കാതെ നനക്കാതെ വിവസ്ത്രരായി ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ പാമ്പ്, എലി, ഈ പിന്നെ ഇങ്ങനെയുള്ളതിനെ ഒക്കെ ആരാധിക്കുമ്പോൾ ഒന്നാലോചിച്ച് നോക്കും നിങ്ങൾ, അതിലൊക്കെ എത്ര അന്യായങ്ങളുള്ളത്. മഹനീയമായ കർമ്മം അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് വകവെക്കുന്നു എന്നുള്ള അന്യായം. പിന്നെ അത് നൽകുന്നത്, സമർപ്പിക്കുന്നത് ആർക്ക്? ആരുടെ കാലിൻ്റെ ചോട്ട് കൊണ്ടിട്ടാണ് ഇത് കൊടുക്കുന്നത്? അതൊക്കെ കുറേ അന്യായങ്ങളാണ്. അതൊക്കെയാണ് ഇവിടെ ഈ ദുൽമുൻ അദീം എന്ന് ശിർക്കിനെ വിശേഷിപ്പിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പൊരുളുകൾ. കണ്ടാൽ അറക്കുന്ന, തൊടാൻ വെറുക്കുന്ന വസ്തുക്കളെ വരെ ആരാധിക്കുന്നു, പൂജിക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ ആ ശിർക്ക് അത് എത്ര പിന്നെ അദീമായ ദുൽമാണ്. അതാണ് അതിൽ പിന്നെ അതിൻ്റെ വിഷയത്തിൽ തഫ്സീറുകളിൽ നമ്മൾ വായിക്കുന്ന ചില വശങ്ങൾ. ഏതായാലും ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് അതിൻ്റെ യുക്തി ഉണർത്തി പൊരുളറിയിച്ച് ഈ കാര്യം അദ്ദേഹം വിലക്കി എന്നുള്ളതാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന 2 വചനങ്ങൾ, അത് ഇപ്പോൾ വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ. അല്ലേ? അടുത്ത ആയത്ത് എന്താ? അടുത്ത ആയത്ത് വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ സുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. അല്ലേ? പിന്നെ പറയുന്നത് യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. യാ, അത് കഴിഞ്ഞിട്ടുള്ള ആയത്താണ്. പിന്നെ യാ ബുനയ്യ, അല്ലേ? യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫി സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹ അല്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത് വരുന്നത്. ഇവിടെ നോക്കിയേ, ഇതിൻ്റെ കോർവ മനസ്സിലാക്കാൻ. ഇവിടെ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, അല്ലേ? മകനെ വിളിച്ചിട്ട് പറയണം അള്ളാഹുവിൽ പങ്കു ചേർക്കല്ലേ. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? വവസ്സൈനൽ ഇൻസാൻ, നാം മനുഷ്യന് വസിയത്തോതി, നാം മനുഷ്യനോട് കരാറ് ചെയ്തു. നാം അറിയുന്ന അള്ളാഹുവാണ്, അല്ലേ? അടുത്ത ആയത്ത്, ഈ ആയത്തിൽ അതാണ് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ. ഇത് അള്ളാഹു പറയാണ് മനുഷ്യനോട് നേരിട്ട്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഇതിലെന്തില്ല, ഇടയിൽ വരുന്നില്ല. കാരണം അള്ളാഹു പറയുന്നത് അനിഷ്കുർ ലി, എനിക്ക് നന്ദി കാണിക്കണം, വലിവാലിദൈക. പിന്നെ അടുത്ത ആയത്തിൽ പറയുന്നത് എന്താ? 14-ാമത്തെ ആയത്തിൽ. അതെ, 15-ാമത്തെ ആയത്തിൽ വഇൻ ജാഹദാക, മാതാപിതാക്കൾ ജിഹാദ് ചെയ്തു. എന്തിന്? അലാ അൻ തുശ്രിക ബി, എന്നിൽ നീ പങ്കു ചേർക്കാൻ. ഫലാ തുതിഉഹുമാ, അതുകൊണ്ട് മാതാപിതാക്കൾ അനുസരിക്കരുത്. ഈ ആയത്തിലും അള്ളാഹു പറയുന്നത് എന്താണ്? അള്ളാഹു പറയാണ് മനുഷ്യനോട് പിന്നെ മാതാപിതാക്കളെ അനുസരിച്ച് പോകരുത് ശിർക്കിൻ്റെ വിഷയത്തിലെന്ന്. അത് കഴിഞ്ഞിട്ടുള്ള ആയത്തിലാണ് അള്ളാഹു പറയുന്നത്. പിന്നെ യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, എൻ്റെ മകനെ മനുഷ്യകർമ്മം അതൊരു കടുകുമണിയുടെ തൂക്കമുള്ളതാണെങ്കിലും യഅതി ബിഹ, അല്ലാഹു കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യാ ബുനയ്യ, അല്ലേ? 13-ാമത്തെ ആയത്ത് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹിക്മത്താണ്, മകനോടുള്ള വസിയ്യത്താണ്. 16-ാമത്തെ ആയത്തും വസിയ്യത്താണ്, അല്ലേ? അപ്പോൾ അതിനിടയിലുള്ള ഈ 2 വചനങ്ങൾ, അതാണ് നമ്മുടെ വിഷയം. 2 വചനങ്ങൾ അത് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് നൽകുന്ന വസിയ്യത്തിൽപ്പെട്ടതല്ല.
വസിയത്തിൽ പെട്ടതല്ല. 13-ാമത്തെ ആയത്തിൽ ഇത് യാ ബുനയ്യ ലാ തുശ്രിക്കില്ല എന്നുള്ളത് വസിയത്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൗഇദത്താണ്, ഉപദേശമാണ്, ഹിക്മത്താണ്. 16-ാമത്തെ ആയത്തും അതാണ്, കാരണം യാ ബുനയ്യ എന്ന് വിളിച്ചിട്ട് നേരിട്ടാണ്. പക്ഷെ അതിനിടയിൽ വന്ന ഈ 2 വചനങ്ങൾ, ഇത് ഈ വസിയ്യത്തുകൾക്കിടയിൽ, ലുക്മാൻ എന്നവർ മകന് നൽകുന്ന വസിയ്യത്തുകൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വിഷയമാണ്, പ്രത്യേക വിഷയമാണ്. അതെന്താ വിഷയം? അതിൻ്റെ ആകത്തുക എന്താണ്? മനുഷ്യരോട് മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാഹിൻ്റെ കരാറുണ്ട്, വസിയ്യത്തുണ്ട്. അതെന്താ? എനിക്ക് നന്ദി കാണിക്കണം, മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം. മാതാപിതാക്കൾ ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുകയാണ് എങ്കിൽ മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? അനുസരിക്കാൻ പാടില്ല. എന്നാലും അവരോട് നന്മയിൽ വർത്തിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ആകത്തുക. അപ്പോൾ ഈ 14-ാമത്തെ ആയത്തും 15-ാമത്തെ ആയത്തും ഈ ലുക്മാൻ എന്നവരുടെ വസിയ്യത്തിൻ്റെ ഇടയിൽ വന്ന എന്താണ്, അള്ളാഹുവിൻ പറഞ്ഞ ഒരു പ്രത്യേക വിഷയം, സുപ്രധാനമായൊരു വിഷയം. അതൊരു ഇടവാചകം എന്ന നിലക്ക് ഇവിടെ വന്നതാണ്. മനസ്സിലായോ? അതെന്തുകൊണ്ട്? ഇപ്പം ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് പറഞ്ഞെങ്കിൽ ഇത് ആരോട്? ലുക്മാൻ മകനോട്. അപ്പോൾ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് ഷിർക്ക് വിലക്കി. ഷിർക്ക് വളരെ ഗൗരവപ്പെട്ട കുറ്റമാണ്, ദുൽമാണ് എന്ന് പറഞ്ഞു എന്ന് അതിന് മനസ്സിലാക്കാം. പക്ഷെ ഷിർക്കിൻ്റെ വിഷയം അത് കേവലം ലുക്മാനും മകനും അലൈഹിമസ്സലാം, ലുക്മാൻ എന്നവരും മകനും തമ്മിൽ മാത്രം അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടാൽ പോരാ, അല്ലെങ്കിൽ അത് ലുക്മാനിലും എന്നവരിലും മകനിലും മാത്രം പരിമിതപ്പെടുന്ന പ്രശ്നമല്ല. പിന്നെ ഷിർക്കിൻ്റെ വിഷയം എന്താ? എല്ലാവർക്കും ഒരുപോലെ ഗൗരവപ്പെട്ട വിഷയമാണ്, ബാധകമാണ്. കണ്ട, മാതാപിതാക്കൾ എത്ര അർഹപ്പെട്ടവരാണ്, ബാധ്യതയുള്ളവരാണ്. ആ മാതാപിതാക്കൾ പോലും, ഞാൻ അടുത്ത 15-ാമത്തെ ആയത്ത്, വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം, ആ മാതാപിതാക്കൾ പോലും ഷിർക്കിന് നിർബന്ധിപ്പിക്കുകയാണ് എങ്കിൽ, അതിനവർ നിന്നോട് സമരം ചെയ്യുകയാണ് എങ്കിൽ ഫലാ തുതിഉഹുമാ, അവരെ അനുസരിച്ച് പോയത്. അപ്പോൾ അത് ലുക്മാൻ എന്നവരിലും മകനിലും മാത്രം പരിമിതപ്പെടുന്നൊരു വിഷയമല്ല. ഷിർക്ക് ഗൗരവമാണ്, ഷിർക്ക് ചെയ്യരുത് എന്ന വിഷയം അത് എല്ലാവർക്കും ബാധകമായ വിഷയമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ലുക്മാൻ എന്നവർ മകനോട് ചെയ്ത വസിയ്യത്തുകൾക്കിടയിൽ 2 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അതൊരു പ്രത്യേക ശൈലിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതാണ് ഈ 2 വാചകങ്ങളുടെ പ്രത്യേകത, 2 ആയത്തുകളുടെ പ്രത്യേകത. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് തന്നെ എന്ത് ചെയ്യണം? എല്ലാവരും നേരിട്ട് തന്നെ അള്ളാഹു വസൈന, നാം കരാറ് ചെയ്തു, അല്ലെങ്കിൽ നാം വസിയ്യത്ത് ചെയ്തു എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം? നേരിട്ട് അത് അറിയിക്കുകയാണ്. അത് ഈ അൽ ജുംല അൽ മുഅ്തരിദ എന്ന് പറയും, ഇടവാചകങ്ങൾ കൊണ്ടുവരുന്നത് ഈ കൂർവയിൽ നിന്ന് യാ ബുനയ്യ കൂർവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടവാചകങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനാണ്? പ്രത്യേകം ആളുകൾ നോട്ട് ചെയ്യാനാണ്. ആളുകളുടെ ശ്രദ്ധ പ്രത്യേകം ആ ഒരു വിഷയം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ അതിലൊരു വിഷയം, അതിൻ്റെ അർത്ഥം പറയാം, ഇതിന് അർത്ഥം ഒന്ന് പറഞ്ഞു പോകാം. പക്ഷെ ഇതിലോരോ പ്രയോഗങ്ങൾ നമ്മൾ നിർത്തി പഠിക്കേണ്ടതാണ്, ഓരോന്നും നിർത്തി പഠിക്കേണ്ട പ്രയോഗങ്ങളാണ്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അത് നമ്മൾ പറഞ്ഞില്ലേ, ഹിക്മത്തുകളിൽ 1-ാമത്തെ ഹിക്മത്ത് അള്ളാഹ്ക്കുള്ള അവകാശങ്ങളാണ് പറഞ്ഞത്. അനിഷ്കുറില്ല ഒമയുഷ്കുർ, അനിഷ്കുറില്ല എന്നുള്ള അള്ളാഹിനൊക്കെ ഇബാദത്ത് ചെയ്യണമെന്നാണ്. ഇബാദത്തിൽ ഷിർക്കിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് ഈ പ്രയോഗം. 1-ാമത്തെ ഹിക്മത്ത് ഇതാണ്, അനിഷ്കുറില്ല. പിന്നെ മകനെ വിളിച്ചുപദേശിച്ച വിഷയം എന്ത് പറയാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് പറഞ്ഞ് ഷിർക്കിൻ്റെ വിഷയം പറഞ്ഞു. അത് തന്നെയാണ് അതിൻ്റെ പ്രധാനം. ഇവിടെ വിഷയം, ഞാൻ ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്ന് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. വസൈനൽ ഇൻസാന ബിവാലിദൈഹി, അള്ളാഹ് പറയാണ് നാം മനുഷ്യന് വസിയ്യത്തോതി. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരാർ, മനുഷ്യനോട് കരാറ് ചെയ്തു. ആഹീദ ഇലൈഹി എന്ന അർത്ഥത്തിൽ പറയാം. അത് ആ പ്രയോഗമൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. മനുഷ്യനോട് നാം വസിയ്യത്ത് ചെയ്തു. ബിവാലിദൈഹി, അവൻ്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അല വഹൻ, അവൻ്റെ മാതാവ് അവനെ ഗർഭം ചുമന്നു. വഹ്നൻ അല വഹനിൻ, ക്ഷീണം പേറി, പ്രയാസം പേറി. വഫിസാലുഹു ഫി ആമൈൻ, വഫിസാലു എന്ന് പറഞ്ഞാൽ ഫിതാമുഹു, അവൻ്റെ മുലകുടി അവസാനിപ്പിക്കുന്നത്
ഫി ആമൈൻ 2 വർഷങ്ങളിലായിട്ടാണ്. എന്താണ് അള്ളാഹിൻ്റെ വസീയത്ത്? അനിഷ്കുർലി, എനിക്ക് നന്ദി കാണിക്കണം, വലി വാലിദൈക, നിൻ്റെ മാതാപിതാക്കൾക്കും, ഇലയ്യൽ മസീർ, എന്നിലേക്ക് മാത്രമാകുന്നു മടക്കം. പിന്നെ പറയാണ് വഇൻ ജാഹദാക, നമുക്ക് ഇവിടെ എല്ലാ ആയത്ത് വരും, ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ അടുത്ത ആഴ്ച കൊണ്ടുവരാം. വഇൻ ജാഹദാക, അവർ ഇരുവരും പരിശ്രമിച്ചാൽ, കഠിനമായി ശ്രമിച്ചാൽ, ജിഹാദ് എന്നാണ്. വൈൻ ജാഹദ എന്ന് പറഞ്ഞാൽ എന്താ? ജിഹാദ്. മാതാപിതാക്കൾ ജിഹാദ് ചെയ്താൽ നിന്നോട്, എന്തിന് ജിഹാദ് ചെയ്തു? അല അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് യാതൊരു അറിവുമില്ലാത്ത, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ അവർ എന്ത് ചെയ്തു? പരിശ്രമിച്ചാൽ, ഫലാ തുതിഉഹുമ, അവരെ നീ അനുസരിച്ചു പോകരുത്. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ അവരോട് നീ നല്ല നിലക്ക് സഹകരിക്കണം, സഹവസിക്കണം. വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങിയവരുടെ മാർഗം നീ പിൻപറ്റണം. സുമ്മ ഇലയ്യ മർജിയുക്കും ഫൗനബ്ബിയുക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെയൊക്കെ മടക്കം എന്നിലേക്ക് മാത്രമാണ്, ഞാൻ നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് നിങ്ങളോട് പറയും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഈ 2 ആയത്തുകൾ, അതിൻ്റെ പദപ്രയോഗങ്ങൾ നമുക്ക് പഠിക്കാം. അത് പഠിക്കേണ്ട കുറേ വിഷയങ്ങളാണ്. ഈ 2 ആയത്തുകൾ ഇറങ്ങുന്നത്, ഞാൻ പറഞ്ഞു, ഈ ഖുർആനിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് 2 ആയത്തുകൾ. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആലാൻ്റെ വിഷയത്തിലാണ്. ഇമാം സഅദ് ഇബ്നു അബി വഖാസ്, ഇമാം മുസ്ലിമും തുർമുദിയും സഅദ് റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ സഅദ് പറയാണ്, ഇന്ന ഉമ്മി ഹലഫത്ത് അല്ലാ തുകല്ലിമനി അബദൻ, എൻ്റെ ഉമ്മ ആണയിട്ട് പറഞ്ഞു, സത്യം ചെയ്തിട്ട് പറഞ്ഞു, അവരെന്നോട് മിണ്ടൂല്ല എന്ന്. കാലത്ത് അവർ പറഞ്ഞു, ലാ അത്അമു തആമൻ വല അശ്റബു ശറാബൻ ഹത്താ തക്ഫുർ, ഞാൻ ഇനി ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, ഹത്താ തക്ഫുർ, എന്താ? നീ അവിശ്വസിക്കുന്നത് വരെ, നീ കുഫറിലേക്ക് മടങ്ങുന്നത് വരെ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചാണ്. ആദ്യകാലത്ത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേപോലെ ഖദീജ, സെയ്ദ് ബിൻ ഹാരിസ, അലി, ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ ഇസ്ലാം സ്വീകരിച്ചവരുടെ ഗണത്തിൽ ആര് വരും? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചു. അതൊരു വലിയ മർത്തബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മർത്തബയാണ്. ആ സമയത്ത് ഇസ്ലാം സ്വീകരിക്കുക, അതിൽ പെട്ടതാണ് ഈ സഅദൊക്കെ. പിന്നെ ദാറുൽ അർഖമിൽ പ്രവേശിച്ചിട്ട് ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്, അവരിവരെ തുടർന്നുള്ളവരാണ്. പിന്നെ 1-ാം ഹിജറക്ക് മുമ്പ് സ്വീകരിച്ചവർ, ഹിജറക്ക് ശേഷം, അങ്ങനെയൊക്കെ പല ദർജകളാണ്. ഏതായാലും സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉമ്മ ഭയങ്കര ശത്രുതയിൽ സഅദിനോട്. അവർ മിണ്ടൂല്ല, നാണയിട്ട് പറഞ്ഞു, ഞാൻ തിന്നൂല്ല, കുടിക്കൂല, ഹത്താ തക്ഫുർ. അങ്ങനെ അവരെന്ത് ചെയ്തു? ആണയിട്ട് പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങനെ ഞാൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ തിന്നാതെ വെള്ളം കുടിക്കാതെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അയ്യുറുക്കന്നാസ്, ജനങ്ങൾ നിന്നെ കുറ്റപ്പെടുത്തും. ഖാത്തിൽ ഉമ്മി, ഉമ്മനെ കൊന്ന മകനാണെന്ന് ജനങ്ങൾ നിന്നെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ വരും എന്ന് അവർ പറഞ്ഞ് സഅദ് മാറാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഫമക്കസ സലാസൻ, 3 ദിവസം സഅദിൻ്റെ ഉമ്മ റളിയല്ലാഹുവിൻ്റെ ഉമ്മ തിന്നൂല്ല, കുടിക്കൂല. അല്ലേ? അങ്ങനെ അവർക്ക് പിന്നെ ബോധക്ഷയം ഉണ്ടായി. ചില നിവേദനങ്ങൾ കാണാൻ സഅദ് റളിയല്ലാഹുവിൻ്റെ സഹോദരൻ ഒരു ഉമാറ ഉണ്ടായിരുന്നു, ഉമാറ ഇബ്നു അബി വഖാസ്. ആ ഉമാറ ഇമ്മനെ പിന്നെ ചെയ്യുന്നതാണ്, നിർബന്ധിച്ച് വെള്ളം കുടിപ്പിച്ചു എന്നാണ്. ചിലതിൽ കാണാം, ഈ ഒരു കോലെടുത്തിട്ട് അവരുടെ വായ ഇങ്ങനെ പൊളിച്ചു എന്നാണ്, കൊടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെ വെള്ളം കുടിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവർക്ക് ബോധം വന്നപ്പോൾ അവർ ദഅത അലാ സഅദിൻ, സഅദ് റളിയല്ലാഹുവിനെതിരെ അവർ ദുആ ചെയ്തു എന്നാണ്. സഅദിനെതിരെ അവർ ദുആ ചെയ്തു. ഫഅൻസലല്ലാഹു, അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കിയത്, ഈ 2 ആയത്തുകൾ. ആ സന്ദർഭത്തിലാണ് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ വഫിസാലുഹു ഫി ആമൈനി അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം
ഫലാ തുത്തിഉഹുമ എന്ന് തുടങ്ങിയിട്ടുള്ള ഈ ആയത്ത് ആ സമയത്താണ് അവതരിപ്പിക്കുന്നത് എന്നാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ ആ ഹദീസ്, ഇമാം മുസ്ലിമിൻ്റെ ഹദീസ്, തുർമുദിയുടെ ഹദീസ്, ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം, ഈ രണ്ട് ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം ശരിക്കും വ്യക്തമാക്കി തരുന്നുണ്ട്. അത് സഅദ് റളിയല്ലാഹുവിൻ്റെ പേരിലാണ് അവതരിപ്പിച്ചു കഴിയുന്നത്. സഅദ് റളിയല്ലാഹു പിൻവാങ്ങിയില്ല. സഅദ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് പറഞ്ഞത്, നിങ്ങൾക്ക് 100 നഫ്സുണ്ട്, 100 ശരീരമുണ്ട്, ആ 100 ശരീരവും ഒന്നൊന്നിന് പിറകെ നഷ്ടപ്പെടുമാർ നിങ്ങൾ തുടരുകയാണെങ്കിൽ ഞാൻ എൻ്റെ ദീൻ ഒഴിവാക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ മാറി. ഉമ്മ പിന്നീട് പിന്മാറുകയാണ് ചെയ്തത്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉമ്മ. ആര്? ഈ സഅദ് റളിയല്ലാഹു. സഅദ് റളിയല്ലാഹുവിൻ്റെ ഈ രണ്ടായത്ത് ഓതുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ള സഅദ് റളിയല്ലാഹുവിൻ്റെ സ്ഥാനമാണ്, മഹത്വം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദർശ വീര്യം, ആദർശനിഷ്ഠ, ഒരാൾക്ക് ആര് പണിങ്ങിയാലും വിസമ്മതിച്ചു. ഇത് നോക്കിയേ, മുണ്ടൂല്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല, തിന്നണമില്ല കുടിക്കണമില്ല. പിന്നെ അവർ പറയുന്നത്, ഞാൻ ഇങ്ങനെ മരിച്ചിട്ട് ലോകം നിന്നെ ഉമ്മനെ കൊന്നവൻ എന്ന് ചീത്ത വിളിക്കുന്നവർ ഭീഷണിപ്പെടുത്താണ്. പക്ഷെ ഇത് തൗഹീദിൻ്റെ വിഷയായത് കാരണത്താൽ, ആദർശ വിഷയായത് കാരണത്താൽ സഅദ് റളിയല്ലാഹു തആല ഒരിക്കലും കുലുങ്ങിയില്ല എന്നുള്ളത്. അദ്ദേഹം പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആ ആദർശ വീര്യം, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത അത് മാനിച്ചു. അള്ളാഹു അത് എന്നേക്കുമായി സ്മരിക്കപ്പെടുന്നതിന് വേണ്ടി 2 വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. ആ 2 വചനങ്ങൾ അള്ളാഹു ഈ കോർവയിൽ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. ഈ സഅദ് ബിൻ അബി വഖാസ് എന്താ ഇദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറയല്? ഒരിക്കൽ സഅദ് റളിയല്ലാഹു തആല അൻഹു വന്നപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഹാദാ ഖാലി, ഇതെൻ്റെ ഖാലാണ്. ഖാൽ എന്ന് പറഞ്ഞാൽ ഉമ്മൻ്റെ സഹോദരന്മാർ, ഉമ്മൻ്റെ ബന്ധുക്കൾ എന്നുള്ളതാണ്. ഖഊല എന്ന് പറയുന്നത് ഉമ്മാൻ്റെ ബന്ധുക്കാർക്കാണ്. ഉമ്മൂമ എന്ന് പറയും ബാപ്പാൻ്റെ ബന്ധുക്കൾക്ക്. സഅദ് ബിൻ അബി വഖാസ്, സഅദ് ബിനു അബി വഖാസ് ഇബ്നി എന്താ ഇവനെന്താ ഇബ്നി വുഹൈബ് ഇബ്നി അബ്ദുമനാഫ് ഇബ്നി സുഹ്റ ഇബ്നി കിലാബ് ഇബ്നി മുറ. സഅദ് ബിനു അബി വഖാസ്. ഈ അബി വഖാസിൻ്റെ പേര് മാലിക് എന്നാണ്. അതുകൊണ്ട് സഅദ് ബിനു മാലിക്കാണ്, വിളിപ്പേരാണ് അബി വഖാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് അദ്ദേഹം റസൂലുള്ളാഹി ഖാലി, എൻ്റെ ഖാൽ എന്ന് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ, റസൂലുള്ളാഹിൻ്റെ ഉമ്മാൻ്റെ പേരെന്താ? ആമിനത്തു ബിൻത്ത് വഹബ് ഇബ്നു അബ്ദുമനാഫ് ഇബ്നു സുഹ്റ ഇബ്നു കിലാബ് ഇബ്നു മുറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബിന്ത് വഹബാണ്. ഇത് സഅദ് ബിൻ അബി വഖാസ് ഇബ്നു വുഹൈബാണ്. വഹബും വുഹൈബും സഹോദരങ്ങളാണ്. റസൂലുള്ളാഹിൻ്റെ ഉമ്മാൻ്റെ കുടുംബം ഉണ്ടല്ലോ, റസൂലുള്ളാഹിൻ്റെ ഉപ്പാൻ്റെ കുടുംബവുമായിട്ട് കണ്ണി ചേരുന്നുണ്ട്. എവിടെ കണ്ണി ചേരുന്നത്? ഈ അബ്ദുമനാഫ് വേറെയാണ്. കിലാബിലാണ് കണ്ണി ചേരുന്നത്. കിലാബ് ഇത് സുഹറയുടെ മകനാണ് അബ്ദുമനാഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പ അബ്ദുമനാഫ് ഉണ്ട്. അതെങ്ങനെ? അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദുമനാഫ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബാണ്. ഖുസൈ ഇബ്നു കിലാബ്. ഇത് അബ്ദുമനാഫ് ഉണ്ടല്ലോ ഇബ്നു സഹ്റൻ. മറ്റേത് അബ്ദുമനാഫ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബ് ഇബ്നു മുറത്ത് ഇബ്നു കഅബ് ഇബ്നു ലുഅയ് ഇബ്നു ഗാലിബ് ഇബ്നു ഫിഹ്ർ ഇബ്നു മാലിക് ഇബ്നു നദർ ഇബ്നു കിനാന. അങ്ങനെയാണ് പോകുന്നത്. ഇത് ഈ അബ്ദുമനാഫ് വേറെ, ആ അബ്ദുമനാഫ് വേറെ. കിലാബിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മൻ്റെ പരമ്പര, പിതൃപരമ്പര കണ്ണുചേരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയും. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടാ ഇവിടെ നോക്കിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബിന്തു വഹബ്, സഅദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വല്യാപ്പ വുഹൈബ് ഉണ്ടാ റസൂലുള്ളാഹിൻ്റെ ഉമ്മ ആമിനൻ്റെ ഉപ്പൻ്റെ സഹോദരനാണ്. അപ്പം അതാണ് ഉമ്മൻ്റെ കുടുംബക്കാർ എന്നുള്ള ആൾക്കാണ് ഖാലി എന്നുള്ള പ്രയോഗം. റസൂലുള്ളാഹി വളരെ അഭിമാനിക്കായിരുന്നു
ഈ സഅദ് റളിയല്ലാഹു തആലാന്റെ വിഷയത്തിൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാദാ ഖാലി എന്ന് പറഞ്ഞിട്ട് അഭിമാനിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ലാഹുമ്മ സ്തജിബ് ദഅവതഹു, സഅദിൻ്റെ ദുആക്ക് അല്ലാഹുവേ നീ ഉത്തരം നൽകണമേ എന്ന് സഅദിനെ വേണ്ടിയിട്ട് ദുആ ചെയ്തു. അതുകൊണ്ട് സഅദ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് ഖബൂലാക്കുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ സഈദ് ഇബ്നുൽ മുസയ്യിബ് പറയാണ്, ഒരിക്കൽ വ്യക്തി പിൽക്കാലത്ത് ഈ രാഷ്ട്രീയ പ്രക്ഷുബ്ധാവസ്ഥകൾ വന്നു, ഇസ്ലാമിൽ പുതിയ പുതിയ ആളുകൾ കപടന്മാരായി വന്നിട്ട് ഫിത്ന കാലത്ത് ഒരു വ്യക്തി അലിയിനെതിരിൽ, തൽഹക്കെതിരിൽ, സുബൈറിനെതിരിൽ ആക്ഷേപം ചൊരിയാണ് ജനമധ്യത്തിൽ. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളാണ് അലി, തൽഹ, സുബൈർ, നീ അവരെക്കുറിച്ച് കുറ്റം പറയല്ലേ, ലാ തുഅയ്യിർ ബി ഇഖ്വതി എന്ന് പറയുന്നപ്പോൾ അയാൾ കേൾക്കാതെ വീണ്ടും ജനമധ്യത്തിൽ അവരെ മോശപ്പെടുത്തി സംസാരിച്ചു. അപ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇയാൾക്കെതിരിൽ ദുആ ചെയ്തതാണ്. ഈ സഹാബികളെ തെറി പറയുന്ന മനുഷ്യനെതിരിൽ ദുആ ചെയ്തപ്പോൾ ഒരു ഒട്ടകം പിന്നെ ഈ ആൾക്കൂട്ടത്തിലേക്ക് വരികയും അതിന് ആൾക്കൂട്ടത്തിൽ ഈ വ്യക്തിയുടെ അടുക്കൽ വന്ന അയാളെ തള്ളിയിട്ട് ചവിട്ടി അയാളെ കൊന്നു എന്നാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദുആ എൻ്റെ വിഷയമാണത്. അത്ര വലിയ പിന്നെ ഒരു സ്ഥാനമായിരുന്നു സഅദിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തതാണത്. അതേപോലെ തന്നെ ഈ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ കൂഫയിലെ ബനു അബ്സ് ഗോത്രക്കാരുടെ മസ്ജിദിൽ ഇമാമാക്കി, കൂഫയിലെ ഗവർണറാക്കി ഉമർ റളിയല്ലാഹു അൻഹു. ഉമറിൻ്റെ ഖിലാഫത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലെ ഗവർണറാക്കി. കൂഫക്കാർക്ക് ആരായാലും ഓൽക്ക് ചേലൊക്കൂല, ആരായാലും. അതുകൊണ്ട് തന്നെ സഅദ് റളിയല്ലാഹു അൻഹു എത്ര പ്രമുഖനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്, പിന്നെ നേർക്ക് നിസ്കരിക്കാൻ വരെ അറിയില്ല എന്ന് കൂഫക്കാർ കംപ്ലൈൻറ്റ് ചെയ്യാണ് ഉമറിനോട്. നേർക്ക് നിസ്കരിക്കാൻ വരെ അറിയില്ല, ലാ യുഹ്സിനു സ്വല എന്ന് പറയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ ഉമറിന് വലിയ വിഷമായി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു മസ്ലമയെ കൂഫയിലേക്ക് അയച്ചു. മദീനയിലേക്ക് അയച്ചിട്ട് ഓരോ മസ്ജിദിൽ കയറി ചോദിക്കാൻ പറഞ്ഞു സഅദിനെ കുറിച്ച്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം സഅദിനെ കുറിച്ച്? എല്ലാവരും യുസ്നൂൻ അലൈഹി എന്നാണ് സഅദിനെ പ്രശംസിച്ച് പറഞ്ഞു, പുകഴ്ത്തി പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് ഇബ്നു മസ്ലമ ഈ ബനു അബസ് ഗോത്രക്കാരുടെ ഒരു മസ്ജിദ് ഉണ്ട്, ബനു അബസ്, അബസികളുടെ ഒരു മസ്ജിദ്. ആ മസ്ജിദിൽ ചെന്നപ്പോൾ പിന്നെ സഅദും ഉണ്ട്. മുഹമ്മദ് വസ്ലമ ചോദിക്കാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഇദ്ദേഹത്തെക്കുറിച്ച്, സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്? അദ്ദേഹം അൽ അശറത്തുൽ മുബശ്ശറയാണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ്. അതേപോലെ തന്നെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹാനാണ്. ദാറുൽ അർഖമിൽ റസൂലുള്ളാഹി പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ പദവിയാണ്. അങ്ങനെ ഈ മസ്ജിദ് ബനി അബസയിൽ ചെന്നിട്ട് സഅദിനെ ചൂണ്ടിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായം എന്താണ്? അപ്പോൾ ഉസാമ ഇബ്നു ഖതാദ എന്ന് പറയുന്ന ഒരു വ്യക്തി, അബൂ സഅദ എന്ന വിളിപ്പേരുള്ള ഒരു വ്യക്തി സഅദിനെ ചൂണ്ടിയിട്ട് പറയണം, അമ്മ ഹാദ, ഇദ്ദേഹത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, ഇന്നഹു ലാ യസീറു ബിസ്സരിയ വലാ യഅദിലു ഫിൽ ഖദിയ വലാ യഖ്സിമു ബിസ്സവിയ. ഇദ്ദേഹം ഒരു സൈന്യത്തോടൊപ്പവും യുദ്ധത്തിൽ പങ്കാളിയായിട്ട് പോകൂല, വിധിക്കുകയാണ് എങ്കിൽ നീതിപൂർവ്വം വിധിക്കൂല, പിന്നെ വല യഖ്സിമു ബിസ്സവിയ, ആളുകൾക്ക് പാരിതോഷികങ്ങളും അതേപോലെ തന്നെ സ്വത്തുക്കളൊക്കെ നൽകുമ്പോൾ നീതിപൂർവ്വം തുല്യമായിട്ട് കൊടുക്കൂല എന്ന് സഅദ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു എന്നാണ്. അന്ന് നോക്കി ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഈ പറയുന്നത്. അപ്പം ഹദീസിൽ കാണാൻ സഅദ് റളിയല്ലാഹു തആല അൻഹു ആ ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ മുഹമ്മദ് ഇബ്നു മസ്ലമയെ സാക്ഷ്യപ്പെടുത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഖാല റിയാഅൻ വസുംഅതൻ, അല്ലാഹുവേ ഈ മനുഷ്യൻ പേരെടുക്കാനും പ്രശസ്തിക്കും വേണ്ടിയാണ് ഈ പറഞ്ഞത് എങ്കിൽ ഫഅതിൽ ഉംറഹു വഅതിൽ ഫഖറഹു വഅരിദ്ഹു ലിൽ ഫിതൻ, അയാളെ പിന്നെ ആയുസ് നീ നീട്ടിയിട്ട് ദാരിദ്ര്യം നീട്ടിക്കൊടുക്ക്, ഫിത്നക്ക് വിധേയമാക്കി എന്ന് സഅദ് റളിയല്ലാഹു 3 ആരോപണമാണ് അയാൾ പറഞ്ഞത് ജനമധ്യത്തിൽ. ആ 3 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്തു. അങ്ങനെ ചരിത്രത്തിൽ കാണാം, ഈ മനുഷ്യൻ ദീർഘകാലം ജീവിച്ചു, പട്ടിണിയിൽ കഴിഞ്ഞു. മാത്രമല്ല അയാളെ കാണുമ്പോൾ സ്ത്രീകൾ വരെ
എന്ത് ചെയ്യുമായിരുന്നാണ്, അയാളോടുള്ള ഈറ പോക്കുമായിരുന്നാണ്, അയാളെ പിന്നെ കുറ്റപ്പെടുത്തി ആക്ഷേപിക്കുമായിരുന്നാണ്. ആ വാർദ്ധക്യത്തിൽ അയാളുടെ ഈ കണ്ണിൻ്റെ പോള ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് കാഴ്ചയില്ലാത്ത വിധം, കാണാൻ കഴിയാത്ത വിധം തപ്പി തടഞ്ഞായിരുന്നു അയാൾ നടന്നിരുന്നത് എന്നാണ്. അപ്പോൾ ഈ സ്ത്രീകളടക്കം സ്ത്രീകളോടൊക്കെ ചെന്ന് മുട്ടുന്ന അവസ്ഥ വരുമ്പോൾ സ്ത്രീകൾ കുറ്റപ്പെടുത്തുമ്പോൾ അയാൾ പറയുമെന്നാണ്, റജുലുൻ ഷെയ്ഖുൻ മഫ്തൂൻ അസാബത്തുഹു ദഅവതു സഅദിൻ, ഷെയ്ഖുൻ മഫ്തൂൻ, ഞാൻ ഫിത്നയ്ക്ക് വിധേയനായ ഒരു വൃദ്ധനാണ്, സഅദിൻ്റെ ദുആ എതിരിൽ ഏറ്റവനാണ് എന്ന് അയാൾ പറയുമായിരുന്നു എന്നാണ്. അങ്ങനെ സഅദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിന്നെ ദുആ ഏറ്റ ചരിത്രം. ഏതായാലും സഅദ് റളിയല്ലാഹു തആല അൻഹു അത്ര വലിയ ശ്രേഷ്ഠനായ മഹാനായ സഹാബിയാണ്. ആ സഹാബി സഅദ് റളിയല്ലാഹു അൻഹു ഉമർ എന്ത് ചെയ്ത്, ഉമർ എന്നിട്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് സഅദിൻ്റെ പ്രശ്നം കൊണ്ടല്ല, പിന്നെ ഈ അമ്മാരി ആളുകളെ കൂഫക്കാരുടെ ഇറാഖികളുടെ പ്രശ്നം എന്നും തലവേദന കൊണ്ടുവരുള്ളൂ. അവർ ഇങ്ങനെ ആരെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതാണ് അവരുടെ വിഷയം. സഅദ് റളിയല്ലാഹു തആല അൻഹു ഉമർ എന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ കൂഫയുടെ ഇമാറത്ത് സ്ഥാനത്ത് നിന്ന് മാറ്റി. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്ന സമയം ഉണ്ടല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാകുന്ന സമയം, പിന്നെ അടുത്ത ഖലീഫയെ നിശ്ചയിക്കുമ്പോൾ ഉമർ എന്താ ചെയ്യണത്, ഉമർ 6 ആളെ നിശ്ചയിക്കുക ചെയ്യുന്നത്. എന്തിന്? അഹ്ലു ഷൂറയുടെ ആളുകളായിട്ട്. ഉമർ റളിയല്ലാഹു തആല 6 പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, പിന്നെ ഇവർ ഷൂറ ചെയ്യണം, എന്നിട്ട് ഇതിലൊരാളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അടുത്ത ഖലീഫ വേണ്ടത്. ഈ 6 പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 6 പേരെ തൃപ്തിപ്പെട്ടാണ് മരണപ്പെട്ടുള്ളത്. അതുകൊണ്ട് ഇനി അടുത്ത ഖലീഫയെ ഇവരിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് ഉമർ പറയുകയാണ്, ഫൈൻ അസാബ സഅദൻ, 6 പേരിൽ ആരുണ്ട്, സഅദ് ഉണ്ട്, സഅദിന് ഭരണം ലഭിക്കുകയാണെങ്കിൽ, ഖിലാഫത്ത് ലഭിക്കുകയാണെങ്കിൽ ഫദാഖ്, സഅദ് ഭരണാധികാരിയാകണം, അദ്ദേഹത്തെ ഭരണത്തിൽ നിർത്തണം. ഫഇന്നി ലം അസിൽഹു അൻ അജിസിൻ ഔ ഖിയാനത്തിൻ, കാരണം ഞാൻ സഅദിനെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് എന്തെങ്കിലും വഞ്ചന ചെയ്തിട്ടോ അല്ലെങ്കിൽ സഅദ് കാര്യപ്രാപ്തി ഇല്ലാത്തത് കൊണ്ടോ അല്ല എന്ന് ഉമർ പറഞ്ഞിട്ടാണ് ഉമർ ഷഹീദാണത്. എന്തിനാ പറഞ്ഞത് അത്? അതായത് നീ സഅദിനെ ഷൂറയിലൂടെ ഖലീഫയാക്കുകയാണെങ്കിൽ ആളുകൾ പറയും, ഉമർ ഇവിടെ ജീവിച്ചിരുന്ന ആളുടെ കൂഫയിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കിയതാണ്, കൂഫയിൽ നിന്ന് ഒഴിവാക്കിയ ആളാണ്, പിന്നെ എങ്ങനെ അദ്ദേഹത്തെ ഖലീഫയാക്കിയിട്ട് നിശ്ചയിക്കും? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത് നല്ല ഓർമ്മ ഉണ്ട്. അതുകൊണ്ട് ഉമർ പറയാണ്, സഅദിനെയാണ് ഷൂറയിൽ ഖലീഫയായി തീരുമാനിക്കുന്നതെങ്കിൽ സഅദിനെ തന്നെ ഖലീഫയാക്കണം. ഞാൻ അദ്ദേഹത്തെ കൂഫയുടെ ഇമാറത്ത് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അദ്ദേഹം എന്തെങ്കിലും ഖിയാനത്ത് വഞ്ചന നടത്തിയത് കൊണ്ടല്ല, അദ്ദേഹം അജിസ് എന്തെങ്കിലും അശക്തതയോ ദുർബലതയോ ഉള്ളത് കൊണ്ടല്ല എന്ന് പറഞ്ഞ് പിന്നെയാണ് ഉമറിൻ്റെ ഷഹാദത്ത്. ഏതായാലും ഉമറിൻ്റെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പിന്നെ ഏറെ മഹത്വമുള്ളൊരു സഹാബിയാണ്. ആ മഹാൻ്റെ പിന്നെ ഒരു സൽസ്മരണയിൽ എന്നും ആ സൽസ്മരണ നിലനിൽക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച 2 വചനമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഈ 14-15 വചനങ്ങൾ. അദ്ദേഹം ബനു സുഹ്റ ഗോത്രത്തിൽ, ഈ സുഹ്റയിലേക്ക് ചേർത്താണ് സഅദ് ബിൻ അബി വഖാസ് സുഹ്രി എന്ന് പറയുന്നത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആ ഒരു വിഷയം എന്ത് ചെയ്തു, ഈ ഒരു കോർവയിൽ 2 വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. അത് അവതരിക്കാനുള്ള ഒരു പ്രത്യേക കാരണമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ. വവസ്സൈന എന്നാൽ നാം അഹിദിന എന്നർത്ഥത്തിൽ ഞാൻ കരാർ ചെയ്തു, അഹിദിന നാം കരാർ ചെയ്തു, ഉടമ്പടി ചെയ്തു, അല്ലെങ്കിൽ വസിയത്ത് ചെയ്തു, ഉപദേശിച്ചു എന്നൊക്കെ പറയാം. വസിയത്ത് ചെയ്തു ആരോട്? അൽ ഇൻസാൻ, ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനോട്. ബിവാലിദൈഹി, അവൻ്റെ വാലിദൈഹി എന്നാണ് ആരാ? വാലിദും പിന്നെ വാലിദത്തു, അതാണ് വാലിദൈനി. ഈ ഹാലേക്ക് ചേർത്തപ്പോൾ നൂന് പോയതാണ്, അതുകൊണ്ട് വാലിദൈഹി അവൻ്റെ
വാലിദുകളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ വാലിദിനെ കൊണ്ട് ആ വിഷയത്തിൽ നാം കരാറ് ചെയ്തു. തൈഫ് ഇവിടെ വാലിദും ഉണ്ട് വാലിദത്തും ഉണ്ട്. എന്നാണ് വാലിദൈൻ, വാലിദൈഹി അവരുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവരെ കുറിച്ചുള്ള അള്ളാൻ്റെ വസീയത്ത്. വിശുദ്ധ ഖുർആനിൽ ഈ വസീയത്ത് പലയിടത്ത് വന്നിട്ടുണ്ട് അല്ലേ. ഇതേപോലെ വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, അതവിടെ സൂറത്ത് അഹ്ഖാഫിൽ. പിന്നെ വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, അഹ്ഖാഫിൽ ഇഹ്സാന. സൂറത്തുൽ അൻകബൂത്തിൽ വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, ഇഹ്സാൻ എന്നല്ല ഹുസ്ന എന്നാണ്. മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാൻ്റെ വസീയത്ത് അത് ഇങ്ങനെ ഈ പ്രയോഗത്തിൽ തന്നെ 3 തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ വസൈനൽ ഇൻസാന ബി വാലിദൈഹി എന്നാണ്, അഹ്ഖാഫിൽ വസൈനൽ ഇൻസാന ബി വാലിദൈഹി ഇഹ്സാന എന്നാണ്, അങ്കബൂത്തിൽ വസൈനൽ ഇൻസാന ബി വാലിദൈഹി ഹുസ്ന എന്നാണ്. ഈ കോർവ നോക്കി നിങ്ങൾ, ഈ കോർവ അള്ളാഹ്ക്കുള്ള ഹക്ക് പറഞ്ഞതിന് ശേഷം, അള്ളാഹിൻ്റെ ഏകത്വവും അള്ളാഹ്ക്കുള്ള ഹക്കും പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർത്തി പറയുന്നത് ആരെയാണ്? മാതാപിതാക്കളെ. അത് മാതാപിതാക്കളുടെ അവകാശം, അള്ളാഹിൻ്റെ ഹക്ക് കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളുടെ അവകാശം, അതിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്, അതിൻ്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. ഈ ഒരു ഇത് വിശുദ്ധ ഖുർആനിൽ ഈ ശൈലിയിൽ, ഇതല്ലാത്ത ശൈലിയിൽ ഇപ്പോൾ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് എത്ര സ്ഥലത്തുണ്ട്? ഇവിടെ ഇല്ലല്ല, ഇവിടെ അല്ല. വബിൽ വാലിദൈനി ഇഹ്സാന, ഇഹ്സാൻ ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഹ്സാൻ എത്തിക്കുന്ന വിഷയമാണ്. ഇഹ്സാൻ ഏൽപ്പിക്കുന്ന വിഷയമാണ്, നന്മ ചെയ്തെത്തിക്കുന്ന വിഷയമാണ്. അതാണ് ഇഹ്സാൻ. ആ പ്രയോഗിക്കുന്ന അഹ്സന എന്ന് പറഞ്ഞാൽ സുഹൃതങ്ങൾ, നന്മകൾ അവരിലേക്ക് എത്തിക്കുന്ന വിഷയമാണ്. ഇത് വബിൽ ഇഹ്സാൻ, വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്? ഓരോടത്ത് ബിവാലിദൈ ഹുസ്ന നമ്മൾ പറഞ്ഞ ബിവാലിദൈ ഹുസ്ന എന്നാണ്. സൂറത്തുൽ ബഖറയിൽ വൈദ് അഖദ്ന മീസാഖ ബനി ഇസ്രായീല ലാ തഅബുദൂന ഇല്ലല്ലാഹ്, പിന്നെന്താ? വബിൽ വാലിദൈനി ഇഹ്സാന. വൈദ് അഖദ്ന മീസാഖ ബനി ഇസ്രായീൽ, ഇസ്രായേലിയരോട് അള്ളാഹു കരാർ സ്വീകരിച്ചതിനെ കുറിച്ച് പറയാണ്. എന്താ കരാർ? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവല്ലാതെ ആരാധിക്കരുത്. പിന്നെ വബിൽ വാലിദൈനി ഇഹ്സാന. സൂറത്തുൻ നിസായിൽ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന, വബിൽ വാലിദൈനി ഇഹ്സാന. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞ് പിന്നെ അടുത്തത് വബിൽ വാലിദൈനി ഇഹ്സാന. ഇനി സൂറത്തുൽ അൻആമിൽ ഖുൽ തആലൗ അത്ലു മാ ഹറമ അലൈക്കും റബ്ബുക്കും, ഖുൽ തആലൗ അത്ലു മാ ഹറമ അലൈക്കും റബ്ബുക്കും ലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാഹുവിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന. അത് സൂറത്ത് അൻആമിൽ. സൂറത്തു ഇസ്രായിൽ വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, വബിൽ വാലിദൈനി ഇഹ്സാന. എത്ര സൂറത്തായി? 4 സൂറത്തിൽ. 4 സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വബിൽ വാലിദൈനി ഇഹ്സാന. അത് ഇതേപോലെ അള്ളാഹ്ക്കുള്ള ഹക്ക് പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു ചേർത്ത് പറഞ്ഞ ഹക്ക്, അതിലേക്ക് ചേർത്ത് പറഞ്ഞ ഹക്കാണ് മാതാപിതാക്കളുടെ ഹക്ക്. അത് എന്തിനാണ് ഇത്തരം കോർവകളിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുന്നത്? അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാനാണ്, അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാനാണ്. പിന്നെ ഇതിൽ വസൈനൽ ഇൻസാന ബി വാലിദൈഹി, ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ, വാലിദൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാലിദൈൻ ഏതിൽ നിന്നാണ് വിൽപ്പന്നാകണത്? വിലാദയിൽ നിന്നാണ്. എന്താ ഈ വിലാദത്ത്? എന്താ വിലാദ? മുസ്തശ്വൽ വിലാദ എന്നറിയാം. എന്താ മുസ്തശ്വൽ വിലാദ? പ്രസവാശുപത്രിയാണ്. അപ്പം പ്രസവമാണ് വിലാദ. അതിൽ നിന്നാണ് വാലിദത്ത് വരുന്നത് അല്ലേ? അപ്പോൾ പിന്നെ ഈ പ്രയോഗം ഉണ്ടല്ലോ, വാലിദൈൻ എന്നുള്ള പ്രയോഗം, അത് നോക്കി ഈ വിലാദയിൽ നിന്നാണ് അതിൻ്റെ
അത് വിൽപ്പനാണത്, വാപ്പക്കും ഉമ്മക്കും. ഈ പ്രയോഗം അറിയിക്കുന്നത് ഇതിൽ മുഖ്യ പരിഗണന ആയിരിക്കാം. ഈ പ്രയോഗം അറിയിക്കണം ആയിരിക്കാം വിലാദത്ത്. ആരാ പ്രസവിക്കണത്? പ്രസവിക്കണത് ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ വബിൽ വാലിദൈൻ എന്നുള്ള പ്രയോഗത്തിൽ തന്നെ ഇഹ്സാൻ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ആരാണ്? ഉമ്മയാണ്. ഇഹ്സാൻ കൂടുതൽ അറിയിക്കുന്നത് ഉമ്മയാണ്. അത് ഈ പ്രയോഗം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അബവാനി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അബവാൻ അബവാനി ആരാ? വാലിദൈനിയാണ്. അബുൻ ഉമ്മുമാണ്. അബ് ഇതാണ് ആര്? അബവാനി. അബ് അബവാനി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ, വാലിദൈനി എന്നുള്ള അർത്ഥത്തിൽ തന്നെ. പക്ഷെ വിശുദ്ധ ഖുർആനിൽ അബവാനി എന്ന് പറഞ്ഞ സ്ഥലവും വാലിദൈൻ എന്ന് പറയുന്ന സ്ഥലവും നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പുണ്യം ചെയ്യാൻ പറഞ്ഞെടുത്ത്, ദുആ ചെയ്യാൻ പറഞ്ഞെടുത്ത്, അല്ലെങ്കിൽ ദുആ ഇരക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ എന്താ പ്രയോഗിച്ചിട്ടുള്ളത്? റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ, റബ്ബി ഗ്ഫിർലി വലി വാലിദൈ. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ പുണ്യം ചെയ്യാൻ പറഞ്ഞിടത്തൊക്കെ വബിൽ വാലിദൈനി ഇഹ്സാന ബി വാലിദൈഹി ഹുസ്ന, പുണ്യം ചെയ്യാൻ പറഞ്ഞിടത്തൊക്കെ അങ്ങനെയാണ്. അതേസമയം ഈ അബവാനി പ്രയോഗിച്ചിടത്തൊക്കെ ഉണ്ടല്ലോ, പുണ്യം ചെയ്യുന്ന വിഷയമല്ല, പിന്നെ ദുആ ചെയ്യുന്ന വിഷയമല്ല, ഇത് പിന്നെ ചില പൊതുപ്രയോഗങ്ങൾ. ഇപ്പം നമ്മൾ സൂറത്ത് കഹ്ഫിൻ്റെ അവസാനത്തിൽ അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീന യുർഹിഖഹുമാ തുഗ്യാന വകുഫ്ര എന്നാണ്. ഫകാന അബവാഹു, ആ കുട്ടിയുടെ ഉമ്മയും വാപ്പയും അബവാഹു, അതവർക്ക് പുണ്യം ചെയ്യണം എന്ന ദുആ ചെയ്യണം പറയുന്ന വിഷയമല്ല. മനസ്സിലായി? അതേപോലെ സൂറത്ത് നിസായിൽ സ്വത്ത് കൊടുക്കുന്ന വിഷയം, അനന്തര അവകാശം വീതിക്കുന്ന വിഷയത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞു? യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ ഫഇൻ കുന്ന നിസാഅൻ ഫൗക സനതൈനി ഫലഹുന്ന സുലുസാ മാ തറക് വഇൻ കാനത് വാഹിദതൻ ഫലഹൻ നിസ്ഫ് വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസ്. വലി അബവൈഹി, അവൻ്റെ അബവൈൻ, ഉമ്മാക്കും വാപ്പാക്കും 6/1 പറഞ്ഞു. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അതിന് തൊട്ടുള്ള ആയത്തും അതിലും അബവാനി പറഞ്ഞിട്ടുണ്ട്. അനന്തര സ്വത്ത് കൊടുക്കുന്ന വിഷയത്തിൽ, അത് ഓഹരിക്കുന്ന വിഷയത്തിൽ അബുവാനി എന്ന് പറഞ്ഞു. ചില പണ്ഡിതന്മാർ ഈ പ്രയോഗങ്ങളുടെ സൂക്ഷ്മതയിൽ ഇല്ല, പുണ്യം ചെയ്യുന്ന വിഷയത്തിൽ അതേപോലെ തന്നെ ദുആ ചെയ്യുന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതൊക്കെ എന്താണ്? വാലിദൈൻ എന്നാണ്. ആ പ്രയോഗത്തിൽ വാലിദത്ത്, മാതാവ്, ഒന്നാണ് വിലാദത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരാണ് ഏറ്റവും പ്രഥമ പരിഗണനയും മുഖ്യ പരിഗണനയും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു ഉമ്മൻ്റെ പ്രാധാന്യം. നബി തങ്ങൾ ചോദിക്കുകയാണ്, അഹഖുൻ നാസി ബി ഹുസ്നി സഹാബത്തി, എൻ്റെ ഹുസ്നു സഹാബത്ത്, ഏറ്റവും നല്ല പെരുമാറ്റവും സഹചരണം, വർത്തനം, അതാരോട് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉമ്മുക്ക് എന്നാണ്. ഉമ്മുക്ക്. ചില നിവേദനങ്ങളിൽ മൻ അബർ, ഞാൻ ആർക്കാണ് ഏറ്റവും പുണ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മക്ക്, സുമ്മം എന്ന് ചോദിച്ചപ്പോൾ ഉമ്മക്ക്, സുമ്മം എന്ന് ചോദിച്ചപ്പോൾ ഉമ്മക്ക്, സുമ്മം എന്ന് ചോദിച്ചപ്പോൾ അബാക്ക് എന്ന് പറഞ്ഞത്. 3 തവണയും ഉമ്മനെയാണ് പറഞ്ഞത്. മറ്റേ ഹദീസിലും അങ്ങനെ തന്നെയാണ്, ഉമ്മുക്ക് 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 സുമ്മ അബൂക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന വിഷയത്തിൽ, അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനുള്ള വസിയ്യത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച ഈ വാലിദൈഹി പ്രയോഗം, ആ പ്രയോഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ മുഖ്യ പരിഗണന ആയിരിക്കാണ്. മുഖ്യ പരിഗണനയും പ്രാധാന്യവും പ്രഥമ സ്ഥാനവും ഉമ്മക്കാണ്. ആ പ്രയോഗം തന്നെ അറിയിക്കുന്നുണ്ട്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി, നിങ്ങൾ ഇവിടെ വാപ്പനെയും ഉമ്മനെയും പറഞ്ഞു, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയാണ് വിശദീകരിക്കുന്നത്? ഉമ്മനെ വിശദീകരിക്കുന്നത്. ഹമലതുഹു, ഹമലതുഹു, അവനെ, ഹമല എന്ന് പറഞ്ഞാൽ വഹിച്ചു, ഹമല വഹിച്ചു, ഏറ്റി, ചുമന്നു. ആര്? ഹമലതുഹു, അവനെ ചുമന്നു, വഹിച്ചു. ഉമ്മുഹു, അവൻ്റെ ഉമ്മ, അവൻ്റെ ഉമ്മ. അതും ഹമലതുഹുൽ ഉമ്മു, ഉമ്മയാണ് അവനെ ഏറ്റിയെന്നല്ല പറഞ്ഞത്, പിന്നെ അവൻ്റെ ഉമ്മ അവനെ ചുമന്നാണ്. ഹമലതുഹു ഉമ്മുഹു എന്നാണ്. അവനിലേക്കാണ് ഉമ്മനെ ചേർക്കുന്നത്. ഉമ്മൻ്റെ ആ വിഷയത്തിലുള്ള സ്ഥാനം, പ്രാധാന്യം, അത് മനസ്സിലാക്കാണ് പ്രയോഗം. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. ഉണ്ടോ? വഹ്നൻ എന്ന് പറയുന്നത്, വഹൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മശക്കത്ത്, ക്ലേശം,
മശക്കത്ത് ക്ലേശം, അതേപോലെ തന്നെ വഹൻ ദുഅഫ് ക്ഷീണം, കുൽഫത്ത് ഇതൊക്കെയാണ് ഇതിൻ്റെ പദാർത്ഥം. പ്രയാസം, ഞെരുക്കം, ക്ലേശം, ക്ഷീണം ഇതേറ്റിയാണ് അവനെ വഹിച്ചത്. ആ ക്ലേശവും ക്ഷീണവും അത് പിന്നെ വഹിക്കുന്നതിനനുസരിച്ച് കൂടും അല്ലേ, വഹിക്കുന്നതിനനുസരിച്ച് കൂടും. അതുകൊണ്ടാണ് വഹ്നൻ അല വഹ്നിൻ. ഒരു താൽക്കാലിക ക്ഷീണത്തിൽ അത് തീരണില്ല, പിന്നെയോ ഗർഭധാരണമാണ് ഉദ്ദേശം. ആ ഗർഭധാരണ നാളുകൾ തുടരുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ ക്ലേശവും ക്ഷീണവും പ്രയാസവും ഞെരുക്കവും അത് കൂടുന്നു. അതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത്, വഹ്നൻ അല വഹൻ. ക്ഷീണത്തെ തുടർന്ന് വീണ്ടും ക്ഷീണം. ചിലർ പറഞ്ഞ ഹമലത്തുഹു ഉമ്മുഹു തഹിനു വഹ്നൻ. അത് ആ ക്ഷീണത്തിൻ്റെ ഒരു പിന്നെ തോത് എത്ര എന്നുള്ളത് അറിയിക്കാൻ പണ്ഡിതന്മാർ ചിലർ പറയാണ്, ഉമ്മ മാത്രമല്ലല്ലോ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്നത്, ആരും പ്രയാസപ്പെടുന്നുണ്ട്, വാപ്പയും പ്രയാസപ്പെടുന്നുണ്ട്. പക്ഷെ ഉമ്മൻ്റെത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇവിടെ പറഞ്ഞു ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. സൂറത്ത് അഹ്കാഫിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ വവദഅതുഹു കുർഹൻ. ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ. ഇതേപോലെ പ്രയാസവും വേദനയും ഏറ്റി അവനെ ഗർഭം ധരിച്ചു. വവദഅതുഹു കുർഹൻ, വേദനയേറ്റി നൊമ്പരമെടുത്ത് അവനെ പ്രസവിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടൊക്കെ ആരതാ വിശദീകരിക്കുന്നത്? ഉമ്മൻ്റെതാണ് വിശദീകരിക്കുന്നത്. വാപ്പി അധ്വാനിക്കുന്നുണ്ടല്ലോ, വാപ്പയും ക്ലേശപ്പെടുന്നുണ്ട്, വാപ്പയും അധ്വാനിക്കുന്നുണ്ട്, വാപ്പയും ഉറക്കളക്കുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞില്ല. അതെന്തുകൊണ്ട് എന്നുള്ളത് ചില തഫ്സീറുകളിൽ വായിച്ചത്, ഉമ്മ അനുഭവിക്കുന്ന ഈ ക്ലേശം, ക്ഷീണം, വേദന അത് മക്കൾ അറിയുന്നില്ല, ഈ അനുഭവിക്കുന്ന സമയത്ത് അറിയുന്നില്ല അല്ലേ. ഗർഭത്തിൽ മകൻ അറിയുന്നില്ല ഉമ്മ എങ്ങനെ ക്ലേശപ്പെട്ടാണ് എന്നെ ഗർഭം ചുമന്നതെന്ന്. പ്രസവിക്കുന്ന കുഞ്ഞിനറിയുന്നില്ല ഉമ്മ അനുഭവിക്കുന്ന വേദന എത്ര എന്ന്. പിന്നെ പാലൂട്ടുന്ന നാളുകളിൽ ഉമ്മാൻ്റെ പ്രയാസാനുഭവം അത് ആരറിയുന്നില്ല, ഈ മകൻ അറിയുന്നില്ല. ആദ്യം വാപ്പാൻ്റെ ചെലവഴിക്കലും വാപ്പാൻ്റെ പരിചരണമൊക്കെ പിന്നീട് മകൻ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കാൻ അവസരമുണ്ട്. എൻ്റെ വാപ്പ എനിക്ക് എന്തൊക്കെ ചെയ്തു എന്നതും വാപ്പാൻ്റെ അധ്വാനം എന്ത് ചെയ്യുന്നുള്ളതൊക്കെ അറിയാനുള്ള അവസരങ്ങൾ മകന് പിന്നീട് വരുന്നുണ്ട്. പക്ഷേ ഉമ്മ ഏറ്റവും കൂടുതൽ ക്ലേശപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആ സമയം ഇതൊരിക്കലും ആ മകൻ അറിയണില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ മക്കളെയും ഓർമ്മിപ്പിക്കുന്നത് അനുഭവിച്ച് അറിയാത്ത ആ ഒരു ടൈമിൽ തൻ്റെ ഉമ്മ എന്ത് തനിക്ക് ചെയ്തു, എന്തൊക്കെ സഹിച്ചു എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാണ്, അത് ബോധ്യപ്പെടുത്താണ്. അതുകൊണ്ടാണ് രണ്ടാളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഉമ്മൻ്റെ വിഷയം അത് ഗർഭധാരണവും പ്രസവവും പിന്നെ പാലൂട്ടലും അത് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനങ്ങളിൽ പറയുന്നത് എന്നാണ് ചില തഫ്സീറുകളിൽ അതിൻ്റെ ഒരു പൊരുളായിട്ട് വായിക്കാൻ സാധിച്ചത് അല്ലേ. ഈ വഹ്നൻ അലാ വഹ്നിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഈ പറയപ്പെട്ട ഈ ഹമ്മൽ വഹിക്കൽ എന്താണ്, ഭാരമല്ല വഹിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, സൂറത്ത് അറാഫിൽ, ഫലമ്മ അസ്ഖലത് ദഅവല്ലാഹ റബ്ബഹുമ ലഇൻ ആതൈതന സാലിഹൻ ലനകൂനന്ന മിനശ് ശാകിരീൻ. ഫലമ്മ അസ്ഖലത് എന്നാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആദം ഹവ്വ അവരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഫലമ്മ അസ്ഖലത്, മാതാപിതാക്കളുടെ വിഷയം പറഞ്ഞിട്ട് പറയുന്നത് ഫലമ്മ അസ്ഖലത് ദഅവല്ലാഹ റബ്ബഹുമാണ്. അത് ഗർഭധാരണം അതിൻ്റെ ആ പ്രസവത്തോടടുത്തപ്പോൾ അതിനെക്കുറിച്ച് അള്ളാഹ് പറയുകയാണ് അസ്ഖലത് എന്നാണ്. ഗർഭത്തിൽ ഭാരം അവർ ചുമക്കുന്ന അവസ്ഥ എന്നാണ്. പക്ഷേ അതെന്ത് ചെയ്യുന്നില്ല, അത് ഭാരമാണ് അത്. പക്ഷേ ഗർഭം ചുമക്കുന്ന ആൾ എന്ത് ചെയ്യുന്നില്ല, അതൊരു ഭാരമായിട്ട് കാണുന്നില്ല. കാരണം എന്താ, ഇത് തൻ്റെ ഭാരമല്ല, അത് തൻ്റെ പ്രതീക്ഷയാണ്, തൻ്റെ മകനാണ്, തൻ്റെ നാളെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭാരം എന്ത് ചെയ്യണില്ല, അവർക്ക് അറിയണില്ല എന്നുള്ളതാണ്. പണ്ടൊരു യുദ്ധ സാഹചര്യത്തിൽ വികലാംഗനായ ജ്യേഷ്ഠനെ എടുത്തിട്ട് അഞ്ചനോടിന് ഒരു ഇത് വായിച്ചു, ഒരു ആർട്ടിക്കിൾ. ചെറിയ വൃത്തനാണ്, ചെറുപ്രായത്തിലുള്ളൊരു കുട്ടി. അപ്പോൾ യുദ്ധ സാഹചര്യമാണ്. അപ്പോൾ ഒരു ബോംബ് വന്ന് വീണപ്പോൾ വികലാംഗനായ ജ്യേഷ്ഠന് ഓടാൻ വയ്യ. അപ്പോൾ എന്ത് ചെയ്യാണ്, ജ്യേഷ്ഠനെ എടുത്തിട്ട് അഞ്ചന് ഓടുകയാണ്. അഞ്ചൻ ചെറുതാണ്. അപ്പോൾ പിന്നെ ഇത് മീഡിയക്കാരൻ്റെ കണ്ണിൽ പെടുകയാണ്.
അപ്പോൾ ഈ കുട്ടി ഇതിനായിട്ട് ജ്യേഷ്ഠനായിട്ട് അഞ്ചന് ഓടുന്നത് കാണുമ്പോൾ ചോദിക്കുകയാണ്, ഇത് നിനക്ക് പൊന്തോ, ഇത് ഇത്ര ഭാരം നിനക്ക് പൊന്തോ, നീ ഇങ്ങനെ ഇതിട്ട് ഓടുന്നു പറയുമ്പോൾ ഇത് ഭാരമല്ല, ഇതിൻ്റെ ജ്യേഷ്ഠനാണെന്നാണ് പറഞ്ഞത്. ഇത് ഭാരമല്ല, ഇതെൻ്റെ ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞാൽ. അതേപോലെ ആ ഒരു മാനസികാവസ്ഥ ഏതാണ് ഗർഭം ധരിക്കുന്ന മാതാക്കൾക്കുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അതിനെന്തുണ്ട്, അതിൻ്റേതായ ഭാരമുണ്ട്. അത് പിന്നെ ഗർഭത്തിൽ നാളുകൾ തുടരും തോറും എന്തുണ്ട്, അതിൻ്റേതായ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വഹന പ്രയോഗിച്ചത്. അതിൽ പിന്നെ ഇതൊക്കെ ഉദ്ദേശമാണ്. അത് ഈ ഗർഭനാളുകൾ തുടരുന്നതിനനുസരിച്ച്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ പിന്നെ അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നത് അദ്ദേഹം ഒരു യമാനിയെ കണ്ടു എന്നാണ്. യമാനിയെ മത്താഫിൽ യമാനിയെ കണ്ടത് എങ്ങനെയാണ്, പിന്നെ ഉമ്മയെ തോളിൽ ഏറ്റിയിട്ട് വന്നതാണ്, അല്ലെങ്കിൽ പുറത്തിട്ട് ഏറ്റിയിട്ട് വരികയാണ് മത്താഫിൽ. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹം തവാഫ് ചെയ്യുകയാണ്. തവാഫ് ചെയ്യുമ്പോൾ ഒരു വൃദ്ധ സ്ത്രീ അദ്ദേഹത്തിൻ്റെ മുതുകിൽ. അപ്പോൾ അദ്ദേഹം അയാൾ പറയും ചെയ്യാണ്, ഇന്നി ലഹ ബഈറുഹൽ മുദല്ലലു ഇൻ ഉദ്ഇറത് റികാബുഹ ലം ഉദ്അറു, അല്ലെങ്കിൽ ലം അദ്അറു അല്ലാഹു റബ്ബി ജലാലുഹുൽ അക്ബറു. ഇങ്ങനെ ഒരു കവിത ചൊല്ലിയിട്ടാണ് അയാൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നത്. എന്താ അദ്ദേഹം പറയുന്നത്, ഇന്നി ലഹ, ഈ മഹദിക്ക് എന്നെ ഉമ്മനെ പുറത്തിട്ട് പറയും, എൻ്റെ ഉമ്മാക്ക് ഞാൻ ബഈറുഹൽ മുദല്ലലു എന്നാണ്, വിധേയമായ ഒരു ഒട്ടകാണ്. ഒട്ടകപ്പുറത്തുള്ള സാധാരണ കാലങ്ങളിൽ വരിക. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മക്ക് ഒട്ടകാണ് ഹജ്ജ് ചെയ്യാൻ. ലം ഇൻ ഉദ്അറ ഒട്ടകത്തെ എന്ത് ചെയ്യാൻ പറ്റും, വിരട്ടാൻ പറ്റും, പിന്നെ പേടിപ്പിക്കാൻ പറ്റും, അല്ലേ, പ്രയാസപ്പെടുത്താൻ പറ്റും. ഒട്ടകത്തെ പറ്റും, പക്ഷേ എല്ലാം അസാറു എന്നാണ്, എനിക്ക് യാതൊരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ഉമ്മയെ ഏറ്റിയിട്ട് ഇത് ചെയ്യുന്നതിൽ. അള്ളാഹു ജല്ല ജലാലുഹുൽ അക്ബറു എന്നൊക്കെ അദ്ദേഹം പറയുന്നു. എന്നിട്ട് ഇബ്നു ഉമറിനോട് പറയാണ്, ഇതെൻ്റെ ഉമ്മയാണ്, ഹമൽതുഹ അക്സറ മിമ്മ ഹമലത്, എൻ്റെ ഉമ്മ എന്നെ ചുമന്നതിലേറെ ഞാൻ എൻ്റെ ഉമ്മനെ ചുമന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഉമ്മ ചുമന്നത് 9 മാസം അല്ലേ, അതിലേറെ ഞാൻ ചുമന്നിട്ടുണ്ട് പറഞ്ഞാൽ ഈ യമനിൽ നിന്ന് വന്നിട്ട് ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അന്ന് കാലം എടുത്തിട്ടാണ്, കുറേ സമയം എടുത്തിട്ടാണ്. ഞാൻ എൻ്റെ ഉമ്മനെ അവരെന്നെ വഹിച്ചതിനേക്കാൾ കാലം ഞാൻ ചുമന്നിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് പറയണ അഫ ജാസൈതുഹ, ഞാൻ എൻ്റെ ഉമ്മക്കുള്ള കൂലി പ്രതിഫലം കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇബ്നു ഉമർ പറയാണ്, വലൗ ബി സഫ്രത്തിൻ വാഹിദ, ചില നിവേദനങ്ങളിൽ വലൗ ബി തൽഖത്തിൻ വാഹിദ ആണ്. നിൻ്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്ന് പിന്നെ വിട്ട ഒരു നിശ്വാസം സഫ്രത്ത്, അല്ലെങ്കിൽ തൽഖത്ത്, നൊമ്പരമെടുത്ത് പ്രസവവേദന വന്ന് ഉമ്മ അനുഭവിച്ച ഒരു വേദന തൽഖത്ത്, അതിന് സമാനമായിട്ടില്ല. എന്നിട്ട് പറയാണ് വലാക്കിൻ അഹ്സൻത്, പക്ഷേ നീ നല്ലത് ചെയ്തു. അസാബക്കല്ലാഹുൽ കസീറ ലിൽ ഖലീൽ, നീ ചെയ്തത് കുറച്ചാണ്, പക്ഷെ അതിന് നിനക്ക് അള്ളാഹു കൂടുതൽ തരട്ടെ എന്ന് മത്താഫിൽ വെച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, അതെ, ഈ വഹനൻ അല വഹനിൻ എന്നുള്ളതുണ്ടല്ലോ, അത് ഈ ഗർഭധാരണ നാളുകളിൽ പ്രസവത്തോട് അടുക്കുന്നതിലേക്ക് ഉണ്ടല്ലോ, അത് കൂടുകയാണ്, അത് തീവ്രമാവുകയാണ്, അത് കൂടുകയാണ്. അങ്ങനെയാണ് ഉമ്മ അവനെ ഗർഭം ചുമക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പം നമ്മളൊരു മാതാവിനോ 9 മാസം പുറത്തേറ്റി അവരേറ്റ് നടന്ന് അവരെ കൊണ്ട് പുണ്യം ചെയ്ത് ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് തവാഫ് ചെയ്ത് അറഫയിൽ പോയി മുസ്ദലിഫയിൽ വന്ന് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് തുല്യമാവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റും, ഒരാളെ പുറത്തേറ്റിയിട്ട് ഇന്നത്തെ മാതിരിയല്ല അന്നത്തെ കാലത്ത്. ഇബ്നു ഉമറൊക്കെ ഇവിടെ ജീവിച്ച നാളിൽ എന്താണ് വഴികളുടെ അവസ്ഥ, എന്താണ് മഷാറുകളുടെ അവസ്ഥ, വഴികൾ എത്ര തരപ്പെട്ടതാണ്, അന്നത്തെ തവാഫ് എത്ര, സഈ എത്ര, ഇതൊക്കെ എത്രയാണ്. അപ്പോൾ ആ ഒരു പിന്നെ യാതന, ആ ഒരു അധ്വാനം അതിന് തുല്യാവില്ല എന്ന് പറയുമ്പോൾ ഈ പറയപ്പെട്ട വഹനൻ അല വഹൻ അതെത്ര അളവിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വസൈനൽ ഇൻസാന ബിവാലിദൈ ഹമലതുഹു ഉമ്മുഹു വഹനൻ അല വഹൻ. നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കിയത് പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. സുബ്ഹാനക്കല്ലാഹു